നെക്സ്റ്റ് ടോപ്പിക്കാണ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ഇതിന് നമ്മൾ റൗണ്ട് വേം എന്നും പറയുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേംസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ കണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് റൗണ്ട് വേം ആവാം, അല്ലെങ്കിൽ ടേപ്പ് വേം ആവാം, അല്ലെങ്കിൽ ഇതുപോലെ ഹുക്ക് വേം ആവാം. അങ്ങനെ പല വേംസും. പ്രത്യേകിച്ച് ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ്, ഏഷ്യ അതുപോലെ പിന്നെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇത്തരം രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ സാനിറ്റേഷൻ സൗകര്യങ്ങളൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ഈ ഓവർ ക്രൗഡഡ് ഏരിയയിൽ, പിന്നെ ഈ പോവർട്ടി കൂടുതലുള്ള ഏരിയയിലൊക്കെ ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന ഡിസീസാണ് ഇത്തരം വേംസിൻ്റെ ഡിസീസ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഓറൽ ഫീക്കൽ റൂട്ടിലൂടെയൊക്കെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് വേംസ് കൂടെയാണ് ഈ ഇത്തരം റൗണ്ട് വേമും ടേപ്പ് വേമും ഒക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ. അപ്പോൾ ഇറ്റ്സ് എ കോമൺ ക്രീം കളേർഡ്, ഇതൊരു ക്രീം കളറുള്ള ഒരു വേമാണ്. ക്രീം കളേർഡ് റൗണ്ട് വേം ദാറ്റ് ഈസ് പാരസൈറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ഓഫ് ഹ്യൂമൻസ്. മനുഷ്യൻ്റെ ഇൻഡസ്ട്രിയിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റാണ്. അപ്പോൾ ഇത് മോസ്റ്റ് കോമൺ ഹെൽമിന്തിക് ഹ്യൂമൻ ഇൻഫെക്ഷൻ, മനുഷ്യരിൽ കാണപ്പെടുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹെൽമിന്തിക് ഇൻഫെക്ഷനാണ് ഈ റൗണ്ട് വേം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻഡസ്ട്രിയിൽ കാണപ്പെടുന്ന ഏറ്റവും ലാർജസ്റ്റ് നെമറ്റോഡ് കൂടെയാണ് ഈ റൗണ്ട് വേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ 1 ബില്യൺ ആളുകൾ ഈ റൗണ്ട് വേം ഇൻഫെക്റ്റഡ് ആണ്. 4 ആൾ എടുത്തു കഴിഞ്ഞാൽ, ലോകത്ത് 4 ആൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കെങ്കിലും ഇത്തരം റൗണ്ട് വേം ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ജിയോഗ്രഫി. വേൾഡ് വൈഡ്, ലോകം മുഴുവനും കാണപ്പെടുന്നത് ഹൈ പ്രിവാലൻസ് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഹാവ് പുവർ സാനിറ്റേഷൻ, പാർട്ട് ഓഫ് ഏഷ്യ, സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. ഒക്കേഴ്സ് ഡ്യൂറിങ് റെയിനി മന്ത്സ്. മഴക്കാലത്താണ് സാധാരണ കൂടുതലുണ്ടാവുന്നത്. ട്രോപ്പിക്കൽ ആൻഡ് പ്രത്യേകിച്ച് സബ് ട്രോപ്പിക്കൽ കൺട്രീസിൽ ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈവൻ അമേരിക്കയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഈ വേംസിൻ്റെ ഇൻഫെക്ഷൻ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹോസ്റ്റ്, ഇതിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമണും അതുപോലെ പന്നികളുമാണ്. മനുഷ്യനും പന്നിയുമാണ് ഇതിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ രണ്ടാമതൊരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇതിനില്ല. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എഗ്ഗ് മൂലം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എഗ്ഗ് നമ്മളെയോ അല്ലെങ്കിൽ ഈ പന്നിയുടെയൊക്കെ ശരീരത്തിലെത്തുന്നത്. അങ്ങനെ ആ എഗ്ഗ് ആണ് വിവിധ ഘട്ടങ്ങളിലൂടെ വളർന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും നമ്മുടെ വയറിൽ വെച്ച് ആ ലാർവ അല്ലെങ്കിൽ ആ വേം വീണ്ടും ഒരുപാട് ലക്ഷക്കണക്കിന് എഗ്സ് അല്ലെങ്കിൽ മുട്ടയിടുകയും ആ മുട്ടയൊക്കെ നമ്മുടെ ഫീസസിലൂടെ പുറത്തോട്ട് വരികയും വീണ്ടും അത് ഏതെങ്കിലും മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ പന്നിയുടെ ശരീരത്തിലേക്ക് എത്തി ആ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നോക്കാം. ഒക്കേഴ്സ് മെയിൻലി വയ ഇൻജക്ഷൻ ഓഫ് വാട്ടർ ഓർ ഫുഡ്, raw vegetable or fruit, in particular contaminated with lumbricoids eggs. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ എഗ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. റോ, അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഉത്തമം എന്നാണ് പറയുന്നത്. ഒക്കേഷണലി ഇൻഹലേഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഡസ്റ്റ്. ചില സമയത്തൊക്കെ ഇൻഹലേഷൻ വഴിയും ഈ കണ്ടാമിനേറ്റഡ് ഡസ്റ്റ്, അല്ലെങ്കിൽ ഈ പിഗിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ്റെയൊക്കെ എക്സ്ക്രീഷൻ വഴി കണ്ടാമിനേറ്റഡ് ആയ സ്ഥലം ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഈ പൊടി പടലങ്ങളൊക്കെ പാറി കഴിഞ്ഞാൽ ആ പൊടി നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം. ചിൽഡ്രൻ പ്ലേയിങ് ഇൻ കണ്ടാമിനേറ്റഡ് സോയിൽ മേ അക്വയർ ഇൻ ദി പാരസൈറ്റ് ഫ്രം ദിയർ ഹാൻഡ്സ്. മനസ്സിലായല്ലോ അല്ലേ? ഇനി enhanced by the fact that individual can be asymptomatically infected and continues to shed eggs for years. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലാർവ അല്ലെങ്കിൽ ഈ വേം വയറ്റിലെത്തി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ചില ആളുകൾ അത് സിംറ്റംസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അസിംറ്റമാറ്റിക് ആയിരിക്കും.
അപ്പോൾ അത്തരം അസിംറ്റമാറ്റിക് ആയിട്ടുള്ള രോഗികളുണ്ടെങ്കിൽ അവരുടെ സ്ഥിരമായിട്ട് വർഷങ്ങളോളം ഈ എക്സ് നമ്മുടെ മണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം ഇതിനെ തടയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി മോർഫോളജി, അതിൻ്റെ ഫെർട്ടൈൽ എഗ്ഗും നോൺ ഫെർട്ടൈൽ എഗ്ഗും ഉണ്ട്. ഫെർട്ടൈൽ എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മമ്മിലേറ്റഡ് ആയിരിക്കും. മമ്മിലേറ്റഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രോട്ടുബറൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. തിക്ക് എക്സ്റ്റേണൽ ലെയർ, ഇതിനൊരു തിക്കായിട്ടുള്ള എക്സ്റ്റേണൽ ലെയർ ഉണ്ടാവും. അതുപോലെ അൺഎംബ്രിയോനേറ്റഡ് ആണ്. അതുപോലെ അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞാൽ 55 to 75 mm ആയിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ്. അതേസമയം ഇൻഫെർട്ടൈൽ എഗ് ആണെങ്കിൽ അത് സാധാരണഗതിയിൽ റൗണ്ട് ആയിരിക്കില്ല, എലോങ്ങേറ്റഡ് ആയിരിക്കും ആൻഡ് ലാർജർ ദാൻ ഫെർട്ടൈൽ എഗ്. എലോങ്ങേറ്റഡ് നീളം കൂടിയതായിരിക്കും, മാത്രമല്ല ഫെർട്ടൈൽ എഗ്ഗിനെക്കാട്ടിയും കുറച്ചുകൂടെ നീളം കൂടുതലുമായിരിക്കും. തിൻ ഷെൽഡായിരിക്കും, കട്ടിയുള്ള കവറിങ് ഉണ്ടാവില്ല, പകരം തിന്നായിട്ടുള്ള കവറിങ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഷെൽ റേഞ്ച് ഫ്രം ഇറഗുലർ മമ്മിലേഷൻസ് ടു എ റിലേറ്റീവ്ലി സ്മൂത്ത് ലെയർ കംപ്ലീറ്റ്ലി ലാക്കിംഗ് മമ്മിലേഷൻ. അപ്പോൾ ചിലപ്പോൾ ആ റൗണ്ട് കവറിങ് ഉള്ളതുണ്ടാവും, ചിലപ്പോൾ ഇല്ലാത്തതുണ്ടായിരിക്കും. പല രീതിയിലുള്ള കവറിങ് ആയിരിക്കും സാധാരണഗതിയിൽ ഈ ഇൻഫെർട്ടൈൽ എഗ്ഗിനുണ്ടാവുക. അതിൻ്റെ മെഷർമെൻറ്റ് 85 to 95 mm ആണ് സാധാരണഗതിയിൽ. ഇതാണ് ഫെർട്ടൈലും ഇൻഫെർട്ടൈലും. എഗ്ഗ്, ഈ എഗ്ഗ് നമ്മുടെ സോയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വർഷങ്ങളോളം സർവൈവ് ചെയ്യാൻ പറ്റും. ഏകദേശം 5 മുതൽ 10 വർഷത്തോളം എഗ്സിന് നമ്മുടെ മണ്ണിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ. അനുകൂലമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവണം, ഷെയ്ഡ്, മോയ്സ്റ്റ് കണ്ടീഷനൊക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഏകദേശം 10 വർഷത്തോളം ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഇറ്റ് ക്യാൻ സർവൈവ് ഫോർ പ്രൊലോങ്ഡ് പീരിയഡ്സ് as long as warm, shade, moist condition are available and can live up to 10 years. ഇനി എഗ്സ് ആർ റെസിസ്റ്റൻറ്റ് ടു അൺയൂഷ്വൽ മെത്തേഡ്സ് ഓഫ് കെമിക്കൽ വാട്ടർ പ്യൂരിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തിയാൽ പോലും ചിലപ്പോൾ ആ പ്യൂരിഫിക്കേഷനിലൂടെയൊക്കെ പ്യൂരിഫിക്കേഷൻ മെത്തേഡൊക്കെ ഓവർകം ചെയ്ത് വെള്ളത്തിൽ എത്താനുള്ള കഴിവ് ഇത്തരം എഗ്സിനുണ്ട്. പക്ഷേ എഗ്സ് നമുക്ക് ഫിൽട്രേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാം, ആൻഡ് ബോയിലിംഗ് വഴി നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ലാർവ ആർ ഡിസ്ട്രോയ്ഡ് ബൈ സൺലൈറ്റ് ആൻഡ് ഡെസിക്കേഷൻ. അപ്പോൾ സൺലൈറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ ലാർവ ചത്തു. അതുപോലെ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ നീക്കി കഴിഞ്ഞൊക്കെ നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും. ഇനി മോർഫോളജി, അഡൽട്ട് വേം ലെങ്ത്ത് 15 to 35 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിൽ ആർ ലാർജർ ഇൻ സൈസ്. സാധാരണ വേംസിലൊക്കെ അങ്ങനെയാണ്, ഫീമെയിലാണ് വലുത്, മെയിൽ ചെറുതാണ്. പക്ഷേ മറ്റു ജീവജാലങ്ങളിലൊക്കെ അധികവും മെയിൽ വലുതും കുറച്ചുകൂടി ഗാംഭീര്യമുള്ളതായിരിക്കും. അതേസമയം ഈ നമ്മുടെ വേംസിൻ്റെ കാര്യത്തിൽ മെയിൽ ചെറുതും ഫീമെയിൽ വലുതുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3 പാർട്ട്, മൗത്ത് ഉണ്ടാവും, ഇസോഫാഗസ് ഉണ്ടാവും, ഇൻറ്റസ്റ്റൈൻ ഉണ്ടാവും. പിന്നെ ഇതിനൊരു കാര്യം എന്ന് വെച്ചാൽ 3 പ്രോമിനൻറ്റ് ലിപ്സ് ഉണ്ടോ, 3 ലിപ്സ് ഉണ്ടായിരിക്കും കേട്ടോ. മൗത്തിൽ 3 ലിപ്സ് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. 1, ഇവിടെ 4, ഇത് 5, 6. ഈ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കേട്ടോ. അപ്പോൾ നോക്കാം. എ അഡൽട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമ്മുടെ ഒരു രോഗിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇൻറ്റസ്റ്റൈനിൽ ഒരു ഫീമെയിലും ഒരു അഡൽട്ടായിട്ടുള്ള ഫീമെയിലും ഒരു അഡൽട്ടായിട്ടുള്ള മെയിലും ഉണ്ട്. അത് മെയ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഫീമെയിൽ ഒരു ദിവസം ഏകദേശം ഒരു 2 ലക്ഷത്തോളം എഗ്സ് ലൈ ചെയ്യും കേട്ടോ. ഏകദേശം ഒരു ദിവസം 2 ലക്ഷത്തോളം എഗ്സ് ലൈ ചെയ്യുകയും ഈ ഹോസ്റ്റിൻ്റെ ഫീസസിലൂടെ ഈ ഓരോ എഗ്ഗും പുറത്തോട്ട് വരികയും ചെയ്യും. അങ്ങനെ ആ പുറത്തോട്ട് വരുന്ന എഗ്സ്, അതാണ് ജുവലൈൻ അല്ലെങ്കിൽ ഇമ്മച്വർ ഇൻ എഗ്സ് മെച്വർ ടു ദി
ഇൻഫെക്റ്റീവ്, അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഈ ഇമ്മച്വർ ആയിട്ടുള്ള ഈ എഗ്ഗ് മെച്വറായിട്ട് മാറുന്നു. എന്നിട്ട് ചെയ്യും, ആ മെച്വർ എഗ് ഇൻജസ്റ്റഡ് ബൈ ഹോസ്റ്റ്. ഈ മെച്വർ എഗ്ഗിന് എന്ത് ചെയ്യും, ഈ ഹോസ്റ്റ്, ഏതെങ്കിലും ഒരു ഹോസ്റ്റ്, ഇപ്പോൾ ഗ്രേസിങ് അനിമൽ ആവാം, പന്നിയൊക്കെ നിലത്തൂടെ ഗ്രേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒരു പക്ഷേ ഈ മെച്വറായിട്ടുള്ള ഈ എഗ്സ് ആ പന്നിയുടെ ശരീരത്തിലേക്ക് പോവുകയും ആ പന്നിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താ നോക്കുക, എഗ്സ് ഇൻജസ്റ്റഡ് ബൈ ഹോസ്റ്റ് ആൻഡ് ഹാച്ച് ഇൻ ടു ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ എഗ്സ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഹാച്ച് ചെയ്യുന്നു. ദ ജോലൈൻ പെനിട്രേറ്റ് ദി ടിഷ്യൂ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ ആൻഡ് എൻ്റർ ടു ദി ബ്ലഡ് സ്ട്രീം. അപ്പോൾ ഈ ഇമ്മച്വർ ആയിട്ടുള്ള ഈ ലാർവ എന്ത് ചെയ്യും, അത് ഈ ടിഷ്യൂസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയും അതുപോലെ അവസാനം അത് ബ്ലഡ് സ്ട്രീമിലെത്തുകയും ചെയ്യുന്നു. അതാണ് പറയുന്നത്, ദ ഇമ്മച്വർ പെനിട്രേറ്റ് ദി ടിഷ്യൂ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ ആൻഡ് എൻ്റർ ദി ബ്ലഡ് സ്ട്രീം. അതിനുശേഷം ഈ എമ്മച്വറായിട്ടുള്ള സാധനം വീണ്ടും എന്ത് ചെയ്യും, ലങ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അവിടെ വെച്ചിട്ട് തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഇമ്മച്വർ ലാർവ ഉണ്ടാവുകയും ചെയ്യുന്നു. കേട്ടോ, ലങ്സിൽ വെച്ചിട്ട് വീണ്ടും അത് തേർഡ് സ്റ്റേജ് ലാർവയിലേക്ക് പോകുന്നത്. തേർഡ് സ്റ്റേജ് ലാർവയായിട്ട് മാറി. ഇവിടെ രണ്ടാമത്തെ സ്റ്റേജ് ആയിരുന്നു, ഇവിടെ മൂന്നാമത്തെ സ്റ്റേജ് ലാർവയായിട്ട് മാറുന്നത് ലങ്സിൽ വെച്ചിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് തേർഡ് സ്റ്റേജ് ജോലൈൻ, ഈ തേർഡ് സ്റ്റേജ് ലാർവ നേരെ എന്ത് ചെയ്യും, നമ്മുടെ പൾമിനറി കാപ്പിലറീസിൽ കാപ്പിലറീസിൽ നിന്ന് പൾമിനറി ആൽവിയോളിലേക്ക് അല്ലെങ്കിൽ എയർ സാക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് ജ്വലൈൻ ലാർവ അല്ലെങ്കിൽ ഇമ്മച്വർ ലാർവ ഈ കാപ്പിലറീസിൽ നിന്ന് ആൽവിയോളിലേക്ക് അല്ലെങ്കിൽ എയർ സാക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എയർ സാക്കിൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ചുമയ്ക്കുന്നു. അങ്ങനെ ചുമച്ച് കഴിഞ്ഞാൽ അത് ആ ചുമയിലൂടെ നമ്മുടെ വായിലെത്തുകയും വായിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അത് ഈ സലൈവ ഉള്ളിലോട്ട് ഇറക്കുകയും ആ സലൈവേൻ്റെ കൂടെ ഈ ലാർവകൾ അല്ലെങ്കിൽ ഈ തേർഡ് സ്റ്റേജ് ലാർവ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എത്തുകയും ചെയ്യുന്നു. ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അത് വീണ്ടും ഡെവലപ്പായിട്ട് മെച്ചറായിട്ടുള്ള ലാർവകളായിട്ട് മാറുന്നു. ഇതാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹ്യൂമൻ ഫീസസ് എടുത്തിട്ട് അതിൽ ഈ എഗ്ഗ്, സിസ്റ്റ് ഇതൊക്കെ മൈക്രോസ്കോപ്പിലൂടെ ഡയഗ്നോസ് ചെയ്യാണ്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാർവൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കുന്നത്.